പ്രേം, ഈ അമേരിക്കയുടെ മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ ജോൺ കിരിയാക്കോവിന് ഒരു ഭീഷണിക്കത്ത് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിനെ അദ്ദേഹം വളരെ പുച്ഛിച്ച് തള്ളി. തന്നോട് ഭീഷണിയൊന്നും അക്കാര്യത്തിൽ വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞതായി പറയുന്നു. ഇത് എന്താണ് ഈ ഒരു ഭീഷണി സന്ദേശം? ഇതിനിടയ്ക്ക് ആ സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ ഒരു യുദ്ധം തന്നെ ഉണ്ടായി. 4 ദിവസം നീണ്ടുനിന്ന സൈനിക സംഘർഷം ഉണ്ടായി. അതില് ഇന്ത്യ വിജയിച്ചു. പാകിസ്ഥാന്റെ സൈനിക സംവിധാനങ്ങളെല്ലാം തന്നെ നിഷ്പ്രഭമായി പോയി. വലിയ രീതിയിലുള്ള നാണക്കേടും തിരിച്ചടിയും പാകിസ്ഥാൻ ഉണ്ടായി. അപ്പൊ ഇതിനുശേഷം ഒരു ഇന്ത്യൻ വാർത്താ മാധ്യമമായ ANI മുൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി CIA ഉദ്യോഗസ്ഥനായ ജോൺ കിരിയാക്കോ അദ്ദേഹം ഒരു അഭിമുഖം അനുവദിച്ചു. ഈ അഭിമുഖത്തില് അദ്ദേഹം പാകിസ്ഥാനെ നിശിതമായി വിമർശിക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാനെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയുമായിട്ട് നിങ്ങൾ ഒരു യുദ്ധത്തിന് നിൽക്കരുത്. യുദ്ധത്തിന് നിന്നാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. കാരണം നിങ്ങൾ ഉറപ്പായും പരാജയപ്പെട്ടു പോകും. അപ്പൊ അതിന് അദ്ദേഹം കാരണമായി പറയുന്നത്, അതിന്റെ ഏറ്റവും പ്രാഥമികമായ കാരണം പാകിസ്ഥാനേക്കാളും 5 ഇരട്ടിയോളം വരുന്ന ജനസംഖ്യ ഇന്ത്യയിലുണ്ട്. മിനിമം അതാണ് കാരണം. പിന്നെ ഞാൻ സംസാരിക്കുന്നത് ആണവ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധത്തെക്കുറിച്ചല്ല. നേർക്ക് നേർ ഒരു യുദ്ധം ഉണ്ടായാൽ പാകിസ്ഥാന് ഒരു കാരണവശാലും ഇന്ത്യയെ തോൽപ്പിക്കാനാവില്ല. പരമാവധി നഷ്ടം വരുത്തി വെക്കാമെന്ന് മാത്രമേ ഇതിനുകൊണ്ട് അർത്ഥമുള്ളൂ എന്നാണ് ജോൺ കിരിയാക്കോ അദ്ദേഹത്തിന്റെ വിമർശനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനത്തിൽ പറഞ്ഞത്. അപ്പോ നമുക്കറിയാമല്ലോ, ഓപ്പറേഷൻ സിന്ദൂറില് പാകിസ്ഥാന് വലിയ നാണക്കേടുണ്ടായി. ആ നാണക്കേടിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ, അതായത് മെയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത്. ഇയാളുടെ ഈ കിരിയാക്കോവിന്റെ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം വരുന്നത് കഴിഞ്ഞ ഒക്ടോബറിലാണ്. അപ്പൊ ആ നാണക്കേടിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പരിഹാസം കൂടി പാകിസ്ഥാന് കേൾക്കേണ്ടി വന്നത്. അപ്പോൾ തന്നെ പാകിസ്ഥാനിലെ പ്രതിപക്ഷമായ തെഹ്രീക്കെ ഇൻസാഫ്, അതായത് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടി, അവർക്ക് അവരുടെ ആത്മരോഷം അങ്ങ് തിളച്ചങ്ങ് പൊങ്ങി. അവരുടെ പാർട്ടി പ്രസിഡന്റ്, അതായത് ഇമ്രാൻഖാൻ ഇപ്പോൾ ജയിലിലായതുകൊണ്ട് നിലവിൽ ഇപ്പോ പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നത് പഞ്ചാബിന്റെ, അതായത് പാകിസ്ഥാനിലെ പഞ്ചാബിന്റെ പഴയ ചീഫ് മിനിസ്റ്റർ, അതായത് ചൗധരി പർവേസ് ഇലാഹി എന്ന് പറയുന്ന ആളാണ് ഇപ്പോ തെഹ്രീക്കെ ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. 2023 മാർച്ച്, അതായത് ഇമ്രാൻഖാൻ ജയിലിലായതിനു ശേഷം ഈ ചൗധരി പർവേസ് ഇലാഹിയാണ് ഇപ്പോൾ പാർട്ടിയുടെ നേതാവായിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ജോൺ കിരിയാക്കോവിന് ഒരു ഭീഷണി സന്ദേശം വന്നത്. അപ്പൊ അദ്ദേഹം ആ കത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: പാകിസ്ഥാനെതിരെ നടത്തിയ പരാമർശങ്ങൾ നിങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണം, ഇല്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം നിങ്ങൾ നേരിടേണ്ടി വരും. ഈ മാപ്പ് പറയേണ്ടത് ആരോടൊക്കെയാണെന്നുള്ളതാണ് അതിലും വലിയ കോമഡി. മാപ്പ് പറയേണ്ടത് ഒന്ന് പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ, പിന്നെ ഇമ്രാൻഖാന്റെ പാർട്ടിയായ തെഹ്രീക്കെ ഇൻസാഫിന്റെ പാർട്ടി പ്രവർത്തകർ, മൂന്നാമതാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ. അപ്പൊ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് മൂന്നാമത് മാപ്പ് പറഞ്ഞാൽ മതിയാവും. അപ്പൊ ഇത്രയും പേരോട് നിങ്ങൾ മാപ്പ് പറയണം എന്നുള്ളതാണ്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ കിരിയാക്കോവിന്റെ അഭിഭാഷകർ ഇദ്ദേഹത്തോട് ഒരു ഉപദേശം കൊടുത്തു: ഈ പാകിസ്ഥാനുമായിട്ട് എതിരിടുന്നത് അത്ര പന്തിയല്ല. അപ്പോ ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഇനിയും പ്രശ്നങ്ങൾക്കൊന്നും പോയി ചാടരുത്, അടങ്ങി ഒതുങ്ങിയിരിക്കണം. പിന്നെ നമ്മുടെ പരിസരം അത്ര പന്തിയല്ല. അപ്പൊ ഇത് കേട്ടപ്പോ ഇദ്ദേഹം അവരോടായി പറഞ്ഞ മറുപടി ഇദ്ദേഹം ഇപ്പൊ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞത് ഇങ്ങനെയാണ്: പാകിസ്ഥാനിൽ നിന്ന് വന്ന ആ ഇൻഡാസ് ഉണ്ടല്ലോ, ആ പേപ്പർ, അത് ഞാൻ എൻ്റെ ടോയ്ലറ്റ് പേപ്പർ ആയിട്ട് ഉപയോഗിക്കും. അത് ഉപയോഗിച്ച് ഞാൻ എൻ്റെ ഡാഷ് എന്ന് ഞാനിപ്പോ പറയാൻ കാര്യം, മറ്റൊരു ചാനലിൽ ഇതിനെ കുറിച്ച് പറഞ്ഞത് ഇപ്പോഴും ട്രോളായിട്ട് ഓടുന്നുണ്ട്, അതുകൊണ്ടാണ് അത് പറയാത്തത്. അപ്പൊ ഡാഷ് ഞാൻ തുടയ്ക്കാൻ ഉപയോഗിക്കും എന്നുള്ളതാണ് ഈ ജോൺ കിരിയാക്കോ പറഞ്ഞിരിക്കുന്നത്. അപ്പോ പാകിസ്ഥാനിൽ നിന്ന് വന്ന ആ ഭീഷണി സന്ദേശത്തിന് ഒരു ടോയ്ലറ്റ് പേപ്പറിന്റെ മാത്രം വിലയുള്ളൂ എന്നാണ് ജോൺ കിരിയാക്കോ ഇപ്പോൾ പറഞ്ഞു വെച്ചേക്കുന്നത്. ഈ ജോൺ കിരിയാക്കോ എന്ന് പറയുന്ന ആള് ചില്ലറക്കാരനൊന്നുമല്ല. അദ്ദേഹം പാകിസ്ഥാന്റെ അമേരിക്കയുടെ CIA ഉദ്യോഗസ്ഥനായിട്ട് ദീർഘകാലം പ്രവർത്തിച്ച ആളാണ്. ഏതാണ്ട് 15 വർഷത്തോളം സർവീസ് ഉണ്ടായിരുന്നു. അപ്പോ പാകിസ്ഥാനിലെ സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് ഭീകരാക്രമണത്തിന് ശേഷം ഭീകരവിരുദ്ധ വേട്ടയ്ക്കായി നിയോഗിക്കപ്പെട്ട സംഘത്തിലെ പ്രധാനിയായിരുന്നു ഇദ്ദേഹം. പിന്നീട് ഇദ്ദേഹം 2007 ഇദ്ദേഹം തന്റെ ഔദ്യോഗിക പദവികളൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു വിസിൽ ബ്ലോവർ ആയിട്ട് മാറി. വിസിൽ ബ്ലോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഔദ്യോഗിക രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ വെളിപ്പെടുത്തൽ നടത്തുന്ന ആൾക്കാരെയാണ് വിസിൽ ബ്ലോവർ എന്ന് പറയുക. അവർക്ക് എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ പേരിൽ നിയമപരിരക്ഷ കിട്ടുന്ന ആൾക്കാരെ കൂടിയാണ് ഈ വിസിൽ ബ്ലോവർ എന്ന് വിളിക്കുക. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിരുന്നു. അതായത് ഈ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി പലരെയും തടങ്കലിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരുന്നു. ഇത്തരം വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടി വന്നിരുന്നു. ഏതാണ്ട് 23 മാസത്തോളം കാലം അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചതാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ പറയുകയാണ്, ഞാൻ വധഭീഷണികളെ ഒന്നും ഭയപ്പെടുന്നില്ല, കാരണം എന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ എനിക്ക് നേരിട്ട വധഭീഷണികളെ കുറിച്ച് എണ്ണാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കില്ല. എണ്ണിയാൽ ഒതുങ്ങാത്ത വധഭീഷണികൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് വന്ന ഇത്തരം ഭീഷണി സന്ദേശങ്ങൾ ഒരു തമാശയായിട്ട് മാത്രമാണ് ഞാനിപ്പോൾ കരുതുന്നത്, അതിന് വലിയ ഗൗരവമൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോ നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യാൻ കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉണ്ടായ നാണക്കേട് എത്രത്തോളം ഭീകരമാണ് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് വേണം ഈ ജോൺ കിരിയാക്കോ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനത്തെ കാണാൻ. അതില് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ നൽകിയ ഭീഷണി സന്ദേശത്തിന് അദ്ദേഹം നൽകിയ മറുപടിയും പാകിസ്ഥാനെ അദ്ദേഹത്തെ പോലെ ഒരാൾ എത്രത്തോളം വിലമതിക്കുന്നുണ്ട് എന്നുള്ളതിന്റെയും കൂടി ഒരു തെളിവായിട്ട് വേണം നമ്മൾ കരുതാൻ.